തുടങ്ങും കണ്ണനുണ്ണിയാണേ. ആൾക്കാർ കണ്ടാ തോന്നുന്നു എനിക്ക് തുമ്പിക്കായി ഉണ്ടെന്ന്. കാർട്ടൂൺ വെച്ച് എപ്പ കണ്ട നേരം അങ്ങ് കാർട്ടൂൺ കാണല ചെറുക്കനെ. ഇന്ദുവച്ചിയെ രാവിലെ തന്നെ നിങ്ങൾ ആ കെട്ടിയവനെ എടുത്തിട്ട് അങ്ങ് തല്ലുവാന്നോ? അയ്യോ, ഞാൻ കെട്ടിയവനെ തല്ലിയൊന്നും അല്ലേ, മുഖത്ത് ഇച്ചിരി പൗഡർ ഇട്ടതാന്നേ. ഓ, വിശ്വസിച്ച് ഈ പറഞ്ഞ നിങ്ങൾ തന്നെ അല്ലയോ കഴിഞ്ഞ ദിവസം അങ്ങേരെ മുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിച്ചിട്ട് ഫേഷ്യൽ ചെയ്തെന്ന് പറഞ്ഞത്? എടി, നീ നിന്റെ കെട്ടിയവന്റെ കാര്യം നോക്കടി. ഇതെന്താണ് ഇങ്ങോട്ട് നോക്കുന്നത്? അയ്യേ, അതൊക്കെ ഇവിടെ ആര് നോക്കണ്? അല്ലടേ, നീ വരുന്നില്ലയോ ഉത്സവത്തിന് താലം എടുക്കാന്? അയ്യോ ചേച്ചി, എനിക്ക് വെടിക്കെട്ട് പേടിയാ. വെടിക്കെട്ട് ഡാൻസ്, വെടിക്കെട്ട് ഗാനമേള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വെടിക്കെട്ട് പേടി ഇത് ആദ്യമായിട്ട് കേൾക്കുക. എന്തായാലും ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ആര് നോക്കിക്കൊണ്ട് അങ്ങോട്ട് നിൽക്കുക. ശരി ശരി. അയ്യോ, എന്തൊരു കഷ്ടമാന്ന് പറ. എപ്പോ പോയതാ ഇങ്ങേര്? ഇച്ചിരി മുല്ലപ്പൂ മേടിച്ചോണ്ട് വന്നിട്ട് ഈ സാരി കൊടുത്ത് എനിക്ക് താലം എടുക്കാന്. നമ്മള് സാധാരണക്കാർക്ക് ഒരു ഉത്സവം അല്ലേ, ഒരു ഓണമൊക്കെ വരുമ്പോഴല്ലേ നല്ലപോലെ ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. എന്തോ ചെയ്യാനിത്, എങ്ങോട്ട് പോയത്? എന്തോ അത് ചേരാമേട്ടനല്ല, ഞാൻ ഇന്ദുന്ന് വിളിച്ചപ്പോ ഏമ്പക്കം കൂടെ വന്നതാ. നിങ്ങൾ എപ്പോ പോയതാ ഇവിടുന്ന്? ഇത്ര നേരം നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ അവിടെ എല്ലാം ചെന്ന് പൂക്കട നോക്കി മേളത്തിന്റെ കൂടെ അങ്ങ് ചേർന്ന് അല്ലെന്ന് പൂക്കട നോക്കി കൊറേ അലഞ്ഞ് ഞാൻ. പിന്നെ 1.5 കിലോമീറ്റർ ദൂരെ പോയാ സംഘടിപ്പിച്ചത്. എന്തുവായാലും കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഒന്ന് വെച്ചേന്ന്. മീനെ നീ ആദ്യമായിട്ട് കാണുമല്ലേ? എനിക്ക് മനസ്സിലായി. മുല്ലപ്പൂ മേടിക്കാൻ പോയ ആള് എന്തോ മീൻ മേടിച്ചോണ്ട് വന്നേക്കുന്നത്. എടി, ഇന്ന് മുല്ലപ്പൂ അല്ല ഇവിടെ ആവശ്യം, ഈ മീനാ. ഞാൻ പകരം വീട്ടാൻ വേണ്ടി വാങ്ങിച്ചതാ. എന്തുമാത്രം കറി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് അപ്പൊ മീൻകറി തന്നെ കൂട്ടണം ഇല്ലയോ? പകരം കൂട്ടാനല്ലെന്ന്, പിന്നെ പകരം വീട്ടാൻ വാങ്ങിച്ച മീനായത്. ഉച്ചയ്ക്ക് ആ സുജയുടെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി മീൻകറി ചോദിച്ചു, അവള് കൊടുത്തില്ല. അതിന് കൊതിക്കറിവിന് മീൻ മേടിച്ചോണ്ട് വന്നേക്കുവാ. സുജയുടെ മീൻകറിയുടെ കാര്യമാണോ പറഞ്ഞത്? എടി, കഴിഞ്ഞ ഉത്സവത്തിന് നടന്നൊക്കെ നീ മറന്നോ? എന്തുവാ? എടി, കഴിഞ്ഞ ഉത്സവത്തിന് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം ഞാനും ആ രാജീവനും കൂടെ അടി ഉണ്ടാക്കിയത് നീ ഓർക്കുന്നില്ലോടി? ആര് പറഞ്ഞു? പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾ ആൾക്കാരെ കിടന്ന് ഉറങ്ങുന്നതാന്നല്ലേ ഞാൻ കണ്ടത്. അയ്യോ, ഞാൻ കിടന്നുറങ്ങിയതല്ല, പിന്നെ അവൻ എന്നെ അടിച്ചുറക്കിയതില്ല. അപ്പൊ നീ അറിഞ്ഞില്ലേ സംഭവം എന്നെ അടിച്ചതൊന്നും? പോട്ടെ, അടി കിട്ടുവോ മേടിച്ചു കൂട്ടോ എന്താ വേണേലും ചെയ്യും. അതും ഈ മീനും തമ്മിൽ എന്തോ ബന്ധം? അവൻ ഫസ്റ്റ് അടി എന്റെ മൂക്കാമ്പട്ടക്കിട്ട് അടിച്ചപ്പോഴേ അവന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു മീൻകറിയുടെ മണം കിട്ടി. കുളമ്പുടി ഇട്ട് വെച്ച ഒരു മീന്റെ കിടക്കാച്ചി മണം. ഇന്ന് ഈ മീൻകറി വെച്ചിട്ട് ആ സെയിം മണം ചേർത്ത് എനിക്ക് അവനെ തിരിച്ചടിക്കണം. അതിനുവേണ്ടി വാങ്ങിച്ചതാടി ഇത്. രവിയേട്ടാ, എന്തുവാ രവിയേട്ടാ പറയുന്ന? ഉത്സവമായിട്ട് നിങ്ങൾ എന്ന് ആരോടും വഴക്കുണ്ടാകല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആരെയൊക്കെ നോക്കും? നീ വിഷമിക്കണ്ട, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും 3 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടില്ലേടി. 3 തണമണ ഉത്സവമായിട്ട് 5 കിലോ അരി 1/2 കിലോ പയർ മേടിച്ചോ. 3 തണമണ എടി, ബുദ്ധിയുള്ള പെണ്ണുങ്ങള് ആ കഞ്ഞിയും പാറും ചോറും കൂട്ടാനും വെക്കത്തില്ല. അത് വിതയ്ക്കും, എന്നിട്ടത് കിളിക്കും, അത് കൊയ്യും, വീണ്ടും വിതയ്ക്കും, വീണ്ടും കൊയ്യും. 3 അല്ല 30 തലമുറയ്ക്ക് തിന്നാൻ കിട്ടും. ബുദ്ധിയുള്ളവർ അങ്ങനാ ചെയ്യേണ്ടത്, അറിയാമോ? അടുത്ത കർഷക ശ്രീമാൻ അവാർഡ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഉത്സവം വരും, അതങ്ങ് പോകും. അടിയും പിടിയായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവരെ കാണേണ്ടതാ. നിങ്ങൾ അച്ഛൻ വയ്യാതെ കിടന്നപ്പം ആ രാജീവനെ ഉണ്ടായിരുന്നുള്ള ആശുപത്രി കൊണ്ടുപോകാൻ, അത് ഓർത്തിട്ട് വേണം. ആണോ? പിന്നല്ല, രാജീവനാണ് കൊണ്ടുപോയത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടായോ? എടി, നീ എന്താടി നേരത്തെ പറഞ്ഞു? ഞാനിപ്പോ ഇത് അറിയാതെ ആ ചെറുക്കനെ ചെന്ന് അടിച്ചില്ലാത്ത ബഹളം ഉണ്ടായിരുന്നു. കഷ്ടമായി. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഒരുങ്ങിയതല്ലേ, നീ ഒരുങ്ങും. നമുക്ക് 2 പേർക്കും ഉത്സവത്തിന് പോയി അവനെ കണ്ട് മാപ്പ് പറയാം. സത്യമായിട്ട് അതെ, എന്തിനാ നമ്മള് വെറുതെ ഒരു വളമലയൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ടോ പോലെ. നീ അപ്പൊ നമുക്ക് നാളെ വെച്ചാൽ മതി. മതി, പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവെക്ക. എന്റെ ദൈവമേ, എന്ത് വലിയ പ്രശ്നമാ. ചെറിയൊരു കള്ളത്തിൽ അങ്ങ് പോയത്. ഇങ്ങനെ ഓരോരോ കള്ളങ്ങൾ പറയാൻ നീ എനിക്ക് കനിവ് തരണേ. ആദ്യം ഞാൻ വെച്ചതേ ബീട്രൂട്ട് തോരന. ഇത് എവിടുന്നത് കയറി വന്നിത്? ആരാ? ഇന്നലെ ഇറങ്ങിയതാ കുമ്പളം പപ്പൻ. ഇവിടെ വേണ്ട, ഇന്നലെ ഇറങ്ങിയതാണെങ്കിൽ വളിച്ചു കാണും. കുമ്പളത്തപ്പം. കുമ്പളത്തപ്പം എന്നല്ല പറഞ്ഞേ, ഞാൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയതാ. പ്രസീത ഗുണ്ട കുമ്പളം പപ്പൻ.
പ്രസീതൊക്കെ എപ്പോഴും ഗുണ്ടയായത്? പ്രസിദ്ധന്നല്ല, പ്രസിദ്ധ ഗുണ്ട കുമ്പളം പപ്പൻ. അങ്ങനെ പ്രസിദ്ധ പറയണ്ട, കുപ്രസിദ്ധ ഗുണ്ട. ഗുണ്ടയ്ക്ക് അത് മതി. ആവശ്യമില്ലാതെ കൂ അടിച്ചേപ്പിക്കല്ലേ എന്റെ റബ്ബിൽ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചെവിയുണ്ടോ? ഇത് പിന്നെ എന്തുവാ? അമ്മലന്റെ കേട്ടോ. നിനക്ക് ചെവിയുണ്ടോന്നല്ല ചോദിച്ചത്, പിന്നെ? രവി ഇവിടെ ഉണ്ടോന്ന്. അയ്യോ, എനിക്ക് മനസ്സിലായി. ആ രാജീവൻ തല്ലാൻ പറഞ്ഞു വിട്ടാളാ. എന്നെ എന്റെ മക്കളെ ഓർത്ത് എന്റെ ചേട്ടനെ വെറുതെ വിടണേ. അങ്ങയുടെ കാലിൽ വേണം മാപ്പ ഉപേക്ഷിക്കാൻ ഞാൻ. 25-ാം തീയതി പിറവ NSS കരയോക്കെട്ട് തീർച്ചേ നമ്മുടെ സിനിമയുടെ പൂജ നടക്കുന്നുണ്ട്. വരുമാണെങ്കിൽ ഒരു വേഷം ഞാൻ തരാം. താങ്ക് യു. എല്ലാവർക്കും നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്. ഇനി അത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്നെ ഓഡിഷൻ ചെയ്ത് എന്റെ സിനിമയിൽ എടുക്കാൻ ഞാൻ ഡയറക്ടർ അല്ല. വിളിക്കണേ അവനെ. രവിയേട്ടോ, രവിയേട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ. രവിയേട്ടോ, രവിയേട്ടോ. നിന്റെ വായിക്കകത്ത് നാക്കാന്നോ തോക്കാന്നോ ടാട്ടോട്ടാന്ന് വെടി വെക്കുന്നു. രവിയേട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ. എന്തുവാടി? ഇങ്ങോട്ട് വരല്ലേ? അയ്യോ, ഇങ്ങോട്ട് വരല്ലേ രവിയേട്ടോ? നിങ്ങൾ നിങ്ങളുടെ കുടൽമാല കണ്ടിട്ടുണ്ടോ? ഇതുവരെ അത് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാ ഒരു സുവർണ അവസരം. നിങ്ങളുടെ കുടൽമാല ഒരാൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ചക്കിട്ടാപ്പറമ്പിൽ രവിയുടെ വീട്ടിൽ കയറി കൊടൽമാല എടുക്കുന്നവനെ രവിക്കൊന്ന് കാണാം. ഇങ്ങോട്ട് നോക്കടാ. പാപ്പ മാമ മകരിസ സനിസ സനിതപ്പ മകരി ഹരി സരി സനി സനിസ നാടും പുഴയും കാട്ടാറും ഒഴുകുന്ന കേരളം. നിങ്ങൾക്ക് സംഘഗാനം പാടാൻ വേണ്ടി പാപ്പ മാമ ഇട്ട് തന്നല്ല. ഇതെന്റെ പപ്പൻ മാമൻ. പപ്പ മാമ ഇങ്ങനൊരു അമ്മാവനുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങള്. ഞാനെങ്കിൽ ജയിലിലല്ലായിരുന്നു, വിയ്യൂർ. ജയിലിൽ പോയത് ഞാൻ വേട്ടാവളിയെ പിടിച്ച് തീപ്പെട്ടിക്കകത്താക്കി ശബ്ദം കേട്ടു. അതിനാണ് ജയിലിൽ പിടിക്കിട്ടത്. അതൊക്കെ ഒരു കുറ്റകൃത്യമാണോ അമ്മ? പൊട്ടി എനിക്ക് 3 വെട്ടുകേക്ക് ഉണ്ടായിരുന്നു. 2 ഞാൻ കൂടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അമ്മവ. എന്തോ അമ്മാവൻ പറഞ്ഞ വെട്ടുകേക്ക്. വെട്ടുകേക്കെന്നല്ല പറഞ്ഞേ, 3 വെട്ടുകേസിൽ പ്രതിയായി ഞാൻ ജയിലിലായിരുന്നു. കൊച്ചേ, എന്തുകൊണ്ടാണ് വീട്ടിൽ പറഞ്ഞു നിങ്ങളുടെ അമ്മാവൻ ജയിലിലുണ്ടെന്ന്? കല്യാണത്തിന് വന്നപ്പോ നിങ്ങളൊന്നും പറഞ്ഞു ഒന്നുമില്ലല്ലോ. എടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വരുന്ന പറഞ്ഞാൽ ജപ്പാനിലാണ് അമ്മാവൻ എന്ന് പറയുന്ന പോലെ ഗമയ്ക്ക് പറയാൻ പറ്റുമോ ജയിലിലാണ് അമ്മാവൻ എന്ന്? അങ്ങനെ പറഞ്ഞാൽ നിന്നെ എനിക്ക് കല്യാണം കഴിച്ച് തരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നാലും അമ്മാവൻ ഞങ്ങളുടെ കല്യാണത്തിന് വരാതിന് മോശമായി. കല്യാണത്തിന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നാ 8 വർഷത്തേക്ക് അകത്തിട്ടത്. വീണ്ടും 1 വർഷത്തേക്ക് എന്നെ പിടിച്ച് അകത്തിട്ടു. ഞാൻ ഈ ജയിലിൽ ഈ ചെടി വെട്ടുന്ന പരിപാടിയായിരുന്നല്ലോ. അതിലൊരു ചെടി മാത്രം ഞാൻ വെട്ടത്തില്ലായിരുന്നു. ആ ചെടിക്കകത്ത് ഒരു കുരുവിയെ മേൻ കുഞ്ഞുങ്ങൾ കൂട് കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോ ഈ കുരുവിയെ കൂടുതലേ കാണുന്നില്ല. ഞാൻ നോക്കുന്ന ജയിലിലെ മതിലോട് നിൽക്കുന്ന വലിയ മരമല്ലയോ, അതിലിരിക്കുന്ന ഈ കുരുവിയും കുഞ്ഞുങ്ങളും. ഞാൻ വരില്ലാതെ കേറി താഴെ നിന്ന് വാടാൻ ചോദിച്ചു. എന്ത് വാടാന്ന്? ഞാൻ പറഞ്ഞു നോക്ക് കുരുവിയും കുഞ്ഞിനെ കാണാമെന്ന്. ഇറങ്ങി വാടാന്ന് പറഞ്ഞ് എറിഞ്ഞ് തറയിട്ടിട്ട് എന്നെ കൊണ്ട് ചന്തി തിടുമ്പാടങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചു. 4 ദിവസം ഇരിക്കപ്പുറത്തില്ലായിരുന്നു. അത്ര തിരക്കായിരുന്നു. ഇവിടുത്തെ തൊലി ലാത്തിയിൽ ഇരിക്കുവായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നി ഈ പൊടി കുരുവിയെ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത്രമാത്രം തെറ്റാന്നോടാ. മതിലിനടുത്തേക്കുന്ന മരത്തേക്കടെ കയറി ജയിലിൽ ആടാൻ നോക്കിയിട്ട് നമ്മുടെ കുടുംബ പാരമ്പര്യമൊക്കെ നീ അങ്ങ് മറന്നോ? ഓ ശരി, ഞങ്ങൾ അങ്ങനെ ഞങ്ങള് മുണ്ടുന്ന കാരണന്മാരെ കണ്ടാലേ കാല് തൊട്ട് വീഴും. മാവാ ഇതെന്താ കാല ക്യൂട്ടസ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്നേ? ക്യൂട്ടക്സ് ഇട്ടതല്ല, പോലീസുകാർ നഖം പിഴുന്നതാ. അവർക്കൊരു രസം. ഓഹോ, അമ്മാന് വേറെ ഒന്നും എടുത്തില്ലേ? ഇവിടെ പശു നഖം പോയപ്പോഴേ എന്റെ ബോധം പോയി. പിന്നെ അമ്മാര് പ്ലേറ്റ് വലിച്ചു ഊരുന്ന പോലെ എടുത്തെടുത്ത് മാറ്റി വെക്കുവായിരുന്നു എന്റേത്. പിന്നെ എനിക്ക് പറഞ്ഞ ഭയങ്കര ലാഭമാ. എനിക്ക് നഖം പെട്ടി വാങ്ങിക്കണ്ട. പിന്നെ നിന്നെ പോലൊക്കെ നടക്കുമ്പം കാലെ തട്ടി നഖം പോകുന്നുള്ള പേടിയും വേണ്ട. അതല്ല ഐഡിയ. ഞാൻ ഈ ജയിലിലെ അമ്മാവൻ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് ഈ ജയിലിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ. ഈ ജയിലിൽ ഇങ്ങനെ ഈ മീശ വളർത്തിയിട്ട് തടവുകാർക്ക് കിടക്കാൻ പറ്റുമോ? ഇത് ജയിലിൽ ഇതിന് ഈ മീശ വളർത്താൻ പറ്റത്തില്ലടാ. വാർഡം വരുമ്പോ ഞാൻ ഈ 2 മീശ പിടിച്ച് വായിക്കകത്ത് കടിച്ചു പിടിച്ചിരിക്കും. അപ്പൊ കാണത്തില്ല. എങ്ങനെ അവിടെ കിടക്കുന്നതൊക്കെ അവിടെ ഒരുമിച്ചാണോ? അല്ലേ കിടക്കുന്ന ഞാൻ ആൾക്കാരുടെ കൂട്ടത്തിലല്ല കിടക്കുന്നത്. ഞാൻ സെപ്പറേറ്റാ കിടക്കുന്നത്. പറഞ്ഞില്ലേ കൂടെ കിടത്താൻ കൊള്ളാത്ത പുള്ളിയാണ്. അതൊന്നും അല്ലെന്ന്. പിന്നെ ഞാൻ നമ്മുടെ കൂട്ടത്തിൽ കിടന്നാൽ ഇടവും മലവും കിടക്കുന്നവർ തണുപ്പ് കൂടുമ്പോ എന്നെ മീശ വലിച്ചു പുതയ്ക്കും. അതുകൊണ്ടാണ് അമ്മാവൻ കറക്റ്റ് സമയത്താ വന്നത്. ഉത്സവം നടക്കുമല്ലയോ? ഉത്സവം നടക്കാന്നോ? അമ്മാവൻ ഈ അനന്തരവനെ ഉപദേശിച്ചൊന്ന് ശരിയാക്കാനുണ്ട്. അല്ല അവള് ചുമ്മാ പറയലടി അമ്മാവൻ. പിന്നെ അമ്മാവൻ അറിയട്ടെ. എന്റെ പൊന്നമ്മാവ, കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഇങ്ങേരും ആ രാജീവനും തമ്മിൽ ഒരു വഴക്കുണ്ടായി. പിന്നെ
അത് ഈ സപ്പോസ് അത് ഞാൻ തീർത്തോളാം കുഴപ്പമില്ല. അത് പോട്ടെ. വേണ്ട. നിന്നെയൊക്കെയാണ് പഠിപ്പിച്ചു വിട്ടേക്കുന്നത് ഞങ്ങള്. അല്ല എടാ നമ്മുടെ കുടുംബ പാരമ്പര്യം നീ ആ കാത്തു സൂക്ഷിക്കേണ്ടത്. അതാ അവസാനം ഞാനും മരിച്ചു കഴിയുമ്പോൾ ഈ മീശ ഞാൻ നിനക്ക് തരാനിരിക്കുക. എനിക്കൊന്നും വേണ്ട ഷേപ്പില്ലാത്ത സാധനം. എന്റെ മുഖത്ത് ഇച്ചിരി കാറ്റും വെളിച്ചം കൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എടാ നീ പോയി വല്ലതും തല്ലി എന്തിനാണോ? അമ്മ അതൊക്കെ വിഷയമില്ലെന്ന്. അതൊക്കെ നമ്മൾ എന്നും കാണുന്നവരല്ലേ, അത് പറഞ്ഞ് സോൾവ് ആക്കി. നീ എന്തിനാടി ഇപ്പൊ അമ്മാനോട് പറയാൻ? അമ്മാവൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണോ? നീ അവനെ അടിക്കുമായിരുന്നോ അവൻ നിന്നെ അടിക്കുമായിരുന്നോ? അവൻ എന്നെ ഒരടി അങ്ങ് അടിച്ചല്ലേടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബോധം പോയപ്പോ തൂക്കി വാരിയിട്ട് അടിക്കുക എന്നാ അപ്പുറത്തല്ലേ അതാ പറഞ്ഞത്. അത് പോട്ടെ, ഞാനത് പോട്ടെ. അതാ ഞാനും പറഞ്ഞ പ്രശ്നമൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. എനിക്ക് മുന്നും പിന്നും നോക്കാനൊന്നുമില്ല. എന്നാ ഞങ്ങൾ 2 മിറർ വാങ്ങിച്ചു വെച്ച് തരട്ടെ. എവിടെ? മുന്നും പിന്നും ഒക്കെ കാണാനായിട്ട്. അതല്ലെന്ന് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിന്നെ അടിച്ചവനെ നമ്മൾ രണ്ടുപേരും കൂടെ പോയി അടിക്കും. ഒന്ന് കിട്ടിയ 10 കൊടുക്കുന്ന തറവാട്ടിലെ പിള്ളേരാ ഞങ്ങള്. വാടാ, എന്റെ ഓരോ പെങ്ങളുടെ മോനാ ഇവൻ. അടിച്ചേക്ക് വാടാ. എന്റെ പൊന്നമാവ ഒന്ന് അടങ്ങ്. ഞാൻ ഇയാളെ ഒന്ന് സമാധാനപ്പെടുത്തി ഇത് അല്ല ഒന്നാന്തര സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അമ്മാവ കഴിക്കാൻ നമുക്ക്. എനിക്ക് വേണ്ട അമ്മാവ. ചോറുണ്ട് അമ്മാവ. നല്ല ഒന്നാന്തര സാമ്പാറുണ്ടെന്ന്, മാങ്ങാ പുളിശ്ശേരി ഉണ്ട്, വെള്ളംതൊക്കെ വെച്ചേക്കുന്ന തീയലുണ്ട്, പായസമുണ്ട്, പപ്പടമുണ്ട്. എന്താ തീരുമാനിച്ചു? റൂട്ട് കിട്ടിയില്ലയോ? വിളമ്പ നമുക്ക് കഴിക്കാം. അതൊക്കെ കഴിച്ചിട്ട് മതി അടിയൊക്കെ. എത്ര നാളായി ഞാൻ സദ്യ ഉണ്ടോ? ജയിലിൽ നിന്നൊന്നും കിട്ടത്തില്ല. നിങ്ങൾ കൂടെ വിളമ്പട്ടെ? അവന് വിളമ്പരുത്. ഞാൻ തിന്നു കഴിഞ്ഞിട്ട് അവൻ തിന്നാ മതി. അത് ഞാൻ തിന്നുമ്പോ എന്റെ മീശ പിടിച്ച് പുറമോട്ട് വെക്കണം, അല്ലെങ്കിൽ വായിക്കാത്ത. അതെയാ? കഴിക്കാൻ അതെന്താ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ എല്ലാം. ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയണേ. എല്ലാം അതുപോലെ തന്നെ. അടിപൊളി സാധനം, അടിപൊളി സാധനം. നല്ല കറിയാന്നല്ലോ ഇത്. ഭയങ്കര കൈപ്പുണ്യം. കൈപ്പുണ്യാന്നല്ലോ. വീട്ടിലോട്ട് തുടങ്ങണം. എന്നും പോയി അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ കറി വെച്ച് അവര് തരുവോ? അവര് വെച്ചത് അറിയാത്. നീ വെറുതെ പഠിക്കുന്ന പോതില്ലയോ? എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. വേണ്ടേ? അമ്മാവന് വേണ്ടുന്ന വക വെച്ച് കൊടുക്കണം. ആ സാരി ഒന്ന് പിടിക്കാൻ വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ, സഹായിക്കണം കേട്ടോ. അമ്മാവാ എന്തായാലും വന്നതല്ലേ, ഒരാഴ്ച ഞങ്ങളോട് താമസിച്ചിട്ട് പോയാ. ഒരാഴ്ച എന്നല്ല, എന്ന് ഇവിടെ തന്നെ ഞാൻ നീ ജയിലിലോട്ട് തിരിച്ചു പോകുമ്പോഴേ അരിയുണ്ട അച്ചാറും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നുവിടാം. ഭയങ്കര സന്തോഷമുണ്ട്. കൈ തുടങ്ങി വാ, നമുക്കിരുന്ന് വർത്താനം. ഏമാവാ ഇനി എന്നാ പരോള് കഴിഞ്ഞ് എന്നാ പോന്നേ? പരോള് കഴിഞ്ഞ് എന്നാ പോന്നേ? ഇനി പരോള് കഴിഞ്ഞെന്ന് പറഞ്ഞാ പരോള് അങ്ങനെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അതെന്തിനാ പതുക്കെ വിട്ടെ? അല്ലെങ്കിൽ വിയൂര് കേൾക്കും. അവര് വന്നെ അപ്പോഴേ നമുക്ക് ഇന്ന് വെളുപ്പിന് ഇവിടെ ഒരു വെടിക്കെട്ടുണ്ട്. അമ്പലത്തിൽ വെടിക്കെട്ടുണ്ട്. ഉത്സവത്തിന്റെ മെയിൻ ഐറ്റം വെടിക്കെട്ടാണ്. തകർക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നമുക്ക് എല്ലാം കൂടെ ഞാൻ പോകത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകാം. ഞാൻ അപ്പുറത്തേ പുതിയത് മേടിക്കാനല്ല എന്നിട്ട് അലക്കി തേച്ച് ഉള്ള കഞ്ഞിവെള്ളം മുക്കി തേച്ച് വെച്ചിരുന്ന ഇത് എന്താ കാണിച്ചു വെച്ചെങ്കിൽ ആരെയും പരിപാടി കാണിച്ചത്? ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് തുടക്കാനെന്ന് എന്റെ മുണ്ട് പറിച്ച് തരത്തില്ലായിരുന്നു. അമ്മാവനാന്നോ? അമ്മാവനാന്നോ ഈ പരിപാടി ചെയ്തത്? അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലായിരുന്നോ? കഴിക്കാൻ അറിയായിരുന്നോ? തൊണ്ടക്കുഴി ഇറങ്ങാതെ കഴിക്കാൻ അറിയായിരുന്നോ? അറിയാം. ഇത് എന്താ വില കാണിച്ചത്? ഒരു വീട്ടിൽ വന്ന് അനാവശ്യം കാണിച്ചത് അനങ്ങാൻ നിൽക്കുവാണ് ചെയ്യുന്നത്. മര്യാദക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. മര്യാദക്ക് ഇറങ്ങി പോകാൻ വലിയ ഗുണ്ടാന്നൊന്നും ഞാൻ നോക്കത്തില്ല. അവിടെ കടന്നാ പോരായിരുന്നു. ഞാൻ പൈസ ആയിട്ടപ്പോ മാറ്റി തരായിരുന്നു. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇറങ്ങി പോകാനാ പറഞ്ഞതെന്നു. ഞാൻ പോവാ. പിന്നെ എന്താ താമസം? ഞാൻ വന്നപ്പോ ഒരു മ്യൂസിക് കൊണ്ടുവന്നായിരുന്നു. അത് തരാൻ ഞാൻ കൊടുക്കണ മ്യൂസിക് പോട്ടിറങ്ങി. അവൻ കൊടുക്കണ്ട, ഞാൻ കൊടുക്കാം. പപ്പ മാമ സസ നീസ